അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. സൂറത്തു ബഖറയിലെ 127, 128 രണ്ടായത്തുകളാണ് ഇവിടെ ഓതിക്കേൽപ്പിച്ചത്. ദുൽഹജ്ജ് മാസത്തിലേക്ക് അടുക്കുന്ന നമ്മൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ത്യാഗ പരിശ്രമങ്ങളെ, പരീക്ഷണങ്ങളെ അയവിറക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്ന ദിനരാത്രങ്ങളാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനകൾ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതിലുള്ള രണ്ട് പ്രാർത്ഥനയാണ് ഇവിടെ ഓതി കേൾപ്പിച്ചത്. സൂറ അൽ ബഖറയിലെ 127, 128 ആയത്തുകൾ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും മകൻ ഇസ്മായിലും കൂടി പരിശുദ്ധമായ കഅബയുടെ അടിത്തറയിൽ നിന്നും കഅബ ഉയർത്തി കെട്ടിക്കഴിഞ്ഞപ്പോൾ, പുനർനിർമ്മാണം കഴിഞ്ഞപ്പോൾ രണ്ടാളും കൂടി ദുആ ചെയ്തു, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ, നീ കേൾക്കുന്നവനും അറിയുന്നവനും ആണല്ലോ എന്ന്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഈ ദുആയുടെ ഫലം ഇന്ന് മക്കയിൽ നമ്മൾ ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. കഅബയുടെ ചുറ്റിനും ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ കഅബയുടെ നിർമ്മാണത്തിന്റെ ചരിത്രം നമ്മൾ അറിയേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബ ഉയർത്തി ഉയർത്തി കൈയെത്താത്ത അവസ്ഥയിലെത്തിയപ്പോൾ ഒരു കല്ലിന്റെ മുകളിൽ കയറി നിന്നു. ആ കല്ല് സ്വയം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് ഉയർന്നു. സ്വയം അത് കറങ്ങി കഅബയെ ഉയർത്തിക്കെട്ടാൻ ആ രീതിയിൽ ആ കല്ല് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ സഹായിച്ചു. ആ കല്ല് ഇപ്പോൾ നിലകൊള്ളുന്നത് മഖാമ് ഇബ്രാഹിമിലാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നമസ്കരിച്ച സ്ഥലത്ത് ആ കല്ല് സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന് മഖാമു ഇബ്രാഹിം എന്ന് പറയപ്പെടുന്നു. ഫീഹി മഖാമു ഇബ്രാഹിം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവിടെ മഖാമു ഇബ്രാഹിം ഉണ്ട് എന്ന്. അവിടെ ഓരോ വിശ്വാസിയും 2 റക്അത്ത് നമസ്കരിക്കൽ പ്രത്യേകമായ സുന്നത്താണ്, പ്രത്യേകമായി കൽപ്പിക്കപ്പെട്ടതാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബ പടുത്തുയർത്തിയിട്ട് മകനെയും കൂട്ടിയിട്ട് പ്രാർത്ഥിച്ചു, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. രക്ഷിതാവേ, ഇത് ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണമേ എന്ന്. ആ സ്വീകരിച്ചതിന്റെ ഫലമാണ് ഓരോ നിമിഷവും കഅബയെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരത്തിന് വേണ്ടി 5 or 6 മിനിറ്റ് ആ തവാഫ് അല്ലെങ്കിൽ ആ വലയം ചെയ്യൽ നിർത്തിവെക്കുന്നു എന്നല്ലാതെ രാവും പകലും ഇടതടവില്ലാതെ അവിടെ തവാഫ് നടക്കുന്നു, ആളുകൾ വന്നു പോകുന്നു. അള്ളാഹു സ്വീകരിച്ചതിന്റെ ഫലമാണ്. നമ്മൾ എത്ര ചെറുതും വലുതുമായ അമലുകൾ ചെയ്താലും, കർമ്മങ്ങൾ ചെയ്താലും, അത് എത്ര ചെറുതാവട്ടെ എത്ര വലുതാവട്ടെ, അത് ചെയ്യുമ്പോൾ അതിന്റെ അവസാനം നമ്മൾ ദുആ ചെയ്യണം, റബ്ബന തഖബ്ബൽ മിന്നാ എന്ന്. അള്ളാഹു ഇത് നീ സ്വീകരിക്കണേ. കുറച്ചേരം ദിക്ർ ചൊല്ലി, കുറച്ചേരം ഖുർആൻ ഓതി, കുറച്ച് നമസ്കരിച്ചു, ചെറിയ സദഖ ചെയ്തു. നമ്മൾ അള്ളാഹുവോട് ദുആ ചെയ്യണം, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം എന്ന്. വീണ്ടും ഇബ്രാഹിം അലൈഹി ഇസ്ലാം ദുആ ചെയ്തു, റബ്ബന വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യത്തിനാ. അല്ലാഹുവേ, റബ്ബേ, ഞങ്ങളെയും ഞങ്ങളുടെ സന്താനങ്ങളെയും മുസ്ലിമീങ്ങളാക്കണമേ. ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക, നിന്നെ സർവ്വതും സമർപ്പിച്ച ഒരു സമൂഹം എന്ന നിലയ്ക്ക് ഞങ്ങളുടെ സന്താനങ്ങളെ അനുസരണയുള്ളവരാക്കണമേ, ശരിയായ മുസ്ലിമീങ്ങളാക്കണമേ. വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ഹജ്ജിന്റെ കർമ്മങ്ങൾ ഞങ്ങൾക്ക് നീ കാണിച്ചു തരികയും അതിന്റെ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് കാട്ടിത്തരികയും ഞങ്ങളുടെ മേൽ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യണമേ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ദുആയാണ്. അപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മക്കളുടെ കാര്യത്തിൽ എത്രത്തോളം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ശ്രദ്ധിച്ചിരുന്നു. കണ്ണിൽ എണ്ണ ഒഴിച്ച് മക്കൾ വഴിതെറ്റിപ്പോകുന്നുണ്ടോ, ചൊവ്വായിട്ടാണോ ജീവിക്കുന്നത്, അവര് മതനിരാസത്തിൽ പെട്ടുപോകുന്നുണ്ടോ, ലഹരിക്ക് പെട്ടുപോകുന്നുണ്ടോ,
അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചിന്താഗതികളിൽ, മറ്റേതെങ്കിലും ആദർശങ്ങളിൽ അകപ്പെട്ടു പോകുന്നുണ്ടോ, അതോ ഞാൻ പഠിപ്പിച്ച ദീനിന്റെ വഴിയിലാണോ മക്കൾ ഉള്ളത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഏറെ ശ്രദ്ധിച്ചിരുന്നു മക്കളുടെ വിഷയത്തിൽ. എന്നിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു, റബ്ബന വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയത്തിനാ, എന്റെ സന്താനങ്ങളെ നീ മുസ്ലിമീങ്ങളാക്കണമേ, അനുസരണയുള്ളവരാക്കണമേ, അച്ചടക്കമുള്ളവരാക്കണമേ, അള്ളാഹുവെ നിന്നെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന മക്കളാക്കണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിയായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു ദുആ ചെയ്തിരുന്നു എന്ന് ഈ രണ്ടായത്തും നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ മക്കളെ ആ രീതിയിൽ സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.